ജീവിതത്തിലും പലപ്പോഴും കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ, പരിശോധനകൾ കടന്നു വരുമ്പോൾ പ്രവാസത്തിന് തുല്യമായ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായമാണ്. BC 570 പ്രവാചകനായ ഹഗ്ഗായിക്ക് ദൈവിക അരുളപ്പാടുകൾ ഉണ്ടായതിൻ്റെ ശേഖരമാണ് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം. പ്രവാസത്തിലായിരുന്നതായ ഇസ്രായേൽ ജനം മടങ്ങി വന്നപ്പോൾ തങ്ങളുടെ ആലയം നശിച്ചു കിടക്കുന്നതായി കണ്ടു. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ ആലയവും ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അപ്പുറമായിട്ട് ശ്രേഷ്ഠമായിട്ട് ദൈവം പുതിയ കാര്യങ്ങളെ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. 4-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ കണ്ട് ഭയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ജനത്തോട് ദൈവം അരുളപ്പാട് നൽകിയാണ്: ധൈര്യപ്പെടുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുന്നു. വിശുദ്ധിയോടും ദൈവിക കൽപ്പന പ്രകാരം ജീവിക്കുവാൻ ജനം തയ്യാറായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പുതിയ കാര്യങ്ങളെ ചെയ്യുവാൻ തീരുമാനിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ, പരിശോധനകൾ കടന്നു വരുമ്പോൾ, പ്രവാസത്തിന് തുല്യമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിരാശപ്പെട്ട് ഭയപ്പെട്ട് നമ്മൾ പോകാറുണ്ട്. എന്നാൽ ഈ അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അരുളപ്പാട് നൽകുന്നത്: മുൻപുള്ളവയെ ഓർക്കേണ്ട, പിൻപുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി വിശുദ്ധിയോടും വേർപാടോടും ദൈവിക കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ ജനത്തിന് പരിശുദ്ധാത്മാവ് ആഹ്വാനം നൽകുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും നാം ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ദൈവഹിതപ്രകാരം അല്ലാത്തതായ കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടോ, നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? അതോ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ നാം യാത്ര ചെയ്തതെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. അങ്ങനെ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെട്ടു വന്ന് ചില പുതിയ തീരുമാനങ്ങളെ, ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണങ്ങളെ ദൈവം നമ്മൾക്ക് വേണ്ടി എടുക്കുവാൻ ദൈവം തയ്യാറാകും. അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.